ഇനി വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, വസ്ത്രം നമുക്ക് ഒരു കൾച്ചറുണ്ട് അല്ലേ? ഓരോരുത്തർക്കും, ഓരോ രാജ്യത്തിലുള്ളവർക്ക്, ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക്, ആരെങ്കിലും അവർക്ക് ഓരോ കൾച്ചറുണ്ട്. അപ്പം അവരുടെ നാട്ടിലെ വേഷങ്ങളും നമ്മുടെ നാട്ടിലെ വേഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. വേഷം എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ഇഷ്ടാനുസരണം വേണം നമ്മൾ ഒരു വേഷം തിരഞ്ഞെടുക്കുക. ഇത് ഒരു ഡ്രസ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മളുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ട് വേണം തിരഞ്ഞെടുക്കാൻ. നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം മറ്റാരെങ്കിലും പറയും ഇത് മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പോകരുത്. ചിലർക്ക് അങ്ങനെ ഉണ്ട്. മറ്റുള്ളവരെന്ത് പറയും, അതിട്ടാൽ അവരെന്ത് പറയും, ഇതിട്ടാൽ എന്ത് പറയും. നിങ്ങളുടെ ശരീരത്തിന് യോജിച്ചതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് മറ്റുള്ളവരെന്ത് പറയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ നമുക്ക് തോന്നും ഒരു ഡ്രസ്സ് ഇട്ട ശേഷം നമുക്കത് മോശമാണ് എന്ന് തോന്നിയാൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും ഇതെങ്ങനെയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൊള്ളാം. നമ്മളെന്തിനാ വേറെ പോകുന്നത്? നമ്മൾ ഡ്രസ്സ് ഇടുക, നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെല്ലുക, ചെന്ന് നോക്കുക, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓക്കെയാണ്, നമ്മളതിൽ തൃപ്തയാണ് അല്ലെങ്കിൽ തൃപ്തനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ ചിലരുണ്ട്, അയ്യോ ഇത്രയും പ്രായമായപ്പോഴാണ് ഇങ്ങനത്തെ വേഷം ഇടുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. പ്രായം ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല എനിക്ക് ഇത്ര പ്രായമായി അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനത്തെ വേഷമൊന്നും ഇടല്ലേ എന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഏത് വേഷം എന്നും നമ്മളാ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ വേഷങ്ങളിടാൻ പറ്റും. അപ്പം നമ്മൾ ആലോചിക്കുമോ, അതൊന്നും മേടിക്കേണ്ടതായിരുന്നു. ചിലർക്കൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, എനിക്ക് ഇന്നതൊന്ന് ഇടണം, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇതുപോലൊന്ന് തയ്പ്പിച്ച് ഇട്ട് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം നമ്മളെന്താ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ എന്താണ്, പിന്നീട് നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടാനുസരണം ഉള്ള വേഷങ്ങൾ തിരഞ്ഞെടുത്ത് സുന്ദരനും സുന്ദരിയുമൊക്കെ ആയി നടക്കുവാൻ എല്ലാവർക്കും പറ്റണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പി, നിങ്ങളുടെ മനസ്സും നന്നായി ഹാപ്പിയാവും. ആ സന്തോഷം, ആ മനസ്സിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ചെറുപ്പം സമ്മാനിക്കും. മുഖത്ത് ഒരു ഇങ്ങനെ ഇതായിട്ട് പറയുമല്ലോ, ബൾബ് കത്തിയതുപോലെ എന്ന് പറയത്തില്ലേ, അതേപോലുള്ള ഫീലിംഗ് ഉണ്ടാവും.